ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബേക്കിംഗ് വ്ളോഗ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. ഓവനൊന്നും ഇല്ലാതെ അടിപൊളി ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എടുത്തേക്കുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. എന്നിട്ട് പിന്നെ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം, ചെറു ചൂടുവെള്ളം ചേർത്ത്, നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതൊന്ന് പതഞ്ഞ് പൊങ്ങുന്നത് വരെ. എന്നിട്ട് പിന്നെ നമുക്ക് പൊടി അളന്നെടുക്കാം. ഇവിടെ ഞാൻ 250 ml കപ്പിന് 5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ പൊടി അളക്കുമ്പോൾ നമ്മൾ ലൂസായിട്ട് ഒന്ന് പാത്രത്തിലിരിക്കുന്ന പൊടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഈ കപ്പിലോട്ട് സ്പൂണിൽ കോരിയിട്ടിട്ട് മേളിൽ നിന്ന് ഇതുപോലെ വടിച്ചെടുക്കണം. പിന്നെ വെയിങ് ബാലൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ 700 ഗ്രാംസ് പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഈസ്റ്റ് നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ കലക്കി വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ പൊടി ചേർത്ത് ഇളക്കാം. അപ്പോൾ ഇന്നിപ്പം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് അതൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള ചെറു ചൂടുവെള്ളം കൂടെ അങ്ങ് ചേർക്കാം. എന്നിട്ട് പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ വെള്ളം എടുത്തേക്കുന്നത് 490 ml വെള്ളം എടുത്തേക്കുന്നത്. അതൊരു 475 മുതൽ 490 വരെ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നത് അധികം ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് തേച്ച് കുഴച്ച് അന്നേരം നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ അതിന് മുമ്പ് ഞാൻ പാൽപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പാലും വെള്ളവും കൂടെ നമ്മൾ ഇപ്പം വെള്ളം മാത്രമാണല്ലോ എടുത്തത്, അതിന് പകരം പാലും വെള്ളവും കൂടെ ചേർത്താൽ മതി. അപ്പം പകുതി പാലും പകുതി വെള്ളവും. അപ്പോൾ ഇതിപ്പം വെള്ളം എടുത്തേക്കുന്നത് 490 ml. അപ്പോൾ 2 കപ്പിന് ഇച്ചിരി കുറവ്. പക്ഷെ അതിൽ അത്രയും ചിലപ്പോൾ ചേർക്കണ്ടായിരിക്കും. ഒരു 475 ml വെള്ളം ചേർത്ത് തുടങ്ങാം. അല്ലെങ്കിൽ 490 ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ഇങ്ങനെ നല്ല സ്റ്റിക്കി ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ വെള്ളം നന്നായിട്ട് ചേർത്താൽ ഇങ്ങനെ അധികം നമ്മൾ തേച്ച് കുഴയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതൽ ആവശ്യമുണ്ട്. ഇനിയിപ്പം നമുക്ക് മാവ് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് പൊടിയൊന്നും കിടക്കാത്ത പോലെ നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച്, എന്നിട്ട് പിന്നെ നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് പിന്നെ നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിപ്പം ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അതിന് പകരം നെയ്യോ സോഫ്റ്റായിട്ടുള്ള ബട്ടറോ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. വെളിച്ചെണ്ണ ചേർക്കണ്ട. അതല്ലാതെ എന്തെങ്കിലും റിഫൈൻഡ് ഓയിലോ നെയ്യോ ബട്ടറോ. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പം നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ്
ഇളക്കി കൊടുക്കണം. മാവ് കണ്ടോ നല്ല വലിഞ്ഞ് വരുന്നത്, ഇങ്ങനെ വലിഞ്ഞ് വരണം ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണ ആ മാവിലേക്ക് മിക്സ് ആവുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പക്ഷേ എപ്പോഴും ബ്രെഡ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ തേച്ച് 20 മിനിറ്റ് തേച്ച് കുഴച്ചിട്ടുണ്ടാക്കുന്ന ബ്രെഡ് തന്നെ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാം, എന്നാലും നമുക്ക് കുഴപ്പമില്ല, സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് റൈസ് ചെയ്യാനായിട്ട് വെക്കാം. അത് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഈ മാവ് ഡബിൾ ചെയ്യുന്നത് കുറവും കൂടുതലും ഒക്കെ സമയമെടുക്കും. നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം കൊണ്ട് നല്ലതായിട്ട് പൊങ്ങി വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടാണ് ഞാൻ ചെയ്ത 3 മണി. അപ്പം നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓവനിലടുത്ത് വെച്ചു, എന്നിട്ട് പൊങ്ങിയത്. അപ്പം നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് അത് സമയമെടുക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇപ്പം നല്ലതായിട്ട് ഇത് ഡബിളായിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ആവുന്ന വരെ മിനിമം 1 മണിക്കൂർ വെക്കണം. എന്നിട്ട് ഡബിളായി കഴിയുമ്പോൾ നമുക്കതൊന്ന് കുറച്ച് പൊടി തട്ടി ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഞാനിന്ന് ഇത് 2ആയിട്ടാണ് ചെയ്യുന്നത്. ഒരെണ്ണം സ്റ്റൗവിൻ്റെ പുറത്ത് അടുപ്പയിൽ വെച്ചിട്ട്, പിന്നെ ഒരെണ്ണം ഗ്യാസിലും വെച്ചിട്ട്, ഓവനിലും വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബ്രെഡ് ടിന്നിനകത്ത് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടിന്നിനകത്ത് 660 ഗ്രാമിൻ്റെ മാവ് ഇന്നിപ്പം വെക്കുന്നത്. ഇതിപ്പോൾ 660 ഗ്രാമുണ്ട് ഓരോ ബോളും. എൻ്റെ റിയാൻസ ബേക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഒത്തിരി തരം ബ്രെഡ് റെസിപ്പീസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കിയാൽ കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലതായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ടിന്നിലോട്ട് വെക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ബ്രെഡ് ടിന്നാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനെയും റോൾ ചെയ്ത് ബ്രെഡ് ടിന്നിൽ വെച്ചിട്ട് ഡബിൾ ആകുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതും സാധാരണ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പ്രൂഫിങ്ങിന് വെക്കുമ്പം കൂടുതൽ ടൈം എടുക്കും. പക്ഷെ സെക്കൻഡ് പ്രൂഫിങ് വെക്കുമ്പം കറക്റ്റ് ഡബിൾ ആകുമ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ അത് ഓവനിലോ അല്ലെങ്കിൽ സ്റ്റൗവിലോ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ അത് പൊങ്ങത്തില്ല, നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അത് ഒരുമാതിരി ഇരുന്ന് ചിലപ്പം കട്ടിയായിട്ട് പോകും, നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് കിട്ടത്തില്ല. അപ്പം നമ്മൾ പാനിൽ വെച്ച് കഴിഞ്ഞിട്ട് പ്രൂഫ് ചെയ്യുമ്പം കറക്റ്റ് ഡബിളായിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഉടനെ തന്നെ ബേക്ക് ചെയ്യണം. കൂടുതൽ സമയം പ്രൂഫ് ചെയ്യാൻ വെക്കരുത്. അങ്ങനെ രണ്ടാമത്തേതും കൂടെ അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ സ്റ്റൗവിൽ വെക്കുമ്പം ഞാൻ ഉപ്പും കൂടെ ഉപ്പിട്ടിട്ടാണ് ബേക്ക് ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റവ് ടോപ്പിൽ ബ്രെഡ് ബേക്ക് ചെയ്യുന്നത്. എപ്പോഴും ഓവനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം സ്റ്റൗവിൽ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് വന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലപോലെ ബ്രെഡ് വരുമെന്ന്. ഈ അടുപ്പേ വെച്ചിട്ട് ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് വന്നു. പക്ഷേ നമ്മൾ ചരുവം വെക്കുമ്പോൾ അതിനകത്ത്
ഉപ്പും കൂടെ ചേർത്താൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് വെച്ച്, വെറുതെ ചരുവൻ ചൂടാക്കിയില്ല, ഉപ്പും കൂടെ ഇട്ട്. എനിക്ക് തോന്നുന്നു ഉപ്പിട്ടാൽ കുറച്ചുകൂടെ ചൂട് അതിനകത്ത് ഇങ്ങനെ നിൽക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചരുവാണ് വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്തു, ഉപ്പിട്ടു. എന്നിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഓവനും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി വന്നപ്പം എനിക്ക് തോന്നുന്നു ബ്രെഡ് ഓവനിൽ ഉണ്ടാക്കിയതിനെക്കാട്ടി നന്നായിട്ട് ഈ അടുപ്പേ വെച്ച് ഉണ്ടാക്കിയത് വന്നത്. ഈ അടുപ്പിൻ്റെ വിടവിൽ കൂടെ ഒന്നും ചൂട് പോകാതിരിക്കാൻ ഞാൻ വെറുതെ ഒരു കല്ലും കൂടെ അതിൻ്റെ പുറത്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് അടുപ്പയിലേയും കൂടെ നോക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തു കേട്ടോ. നോക്ക് നന്നായിട്ട് പൊങ്ങി വന്ന്, കുറച്ചും കൂടെ പൊങ്ങിയേനെ. പക്ഷേ ആ അടപ്പ് അതേലിങ്ങനെ തട്ടിയിരുന്നു, അതുകൊണ്ടാണ് കണ്ടോ അവിടെ അങ്ങനെ ഒരു പാട് വന്നേക്കുന്നത്. അടപ്പ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യണം. ഇത്രയും പൊങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാ നമുക്ക് അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ചുമക്കുന്നെങ്കിൽ ചുമന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഓവനിലെ ബ്രെഡിലൊന്ന് നെയ്യ് പുരട്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് വയർ റാക്കിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഈ പാനിനകത്തിരുന്ന് വെള്ളം ഈർപ്പം വന്നിട്ട് അത് സോഗി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വയർ റാക്കിലോട്ട് മാറ്റണം. നല്ല ചൂടോടുകൂടി തന്നെ മാറ്റണം. എന്നിട്ട് ആ വയർ റാക്കയിൽ വെച്ചിട്ട് അത് തണുക്കാനായിട്ട് ചുമ്മാ വെച്ചാലും മതി, അല്ലെങ്കിൽ ആ നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടാലും മതി. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് ഈസി ആയിട്ട്, വലുതായിട്ട് കുഴയ്ക്കുകയും ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 7 ഇഞ്ച് പാനിലാണെങ്കിൽ ജസ്റ്റ് പകുതി എടുത്താൽ മതി. ഈസ്റ്റ് 1 ടീസ്പൂൺ തന്നെ ചേർത്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് എ ന്യൂ വീഡിയോ. ബൈ.